ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വുമൺ ഓൺ ദി മൂവിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പൂക്കളും, സെറ്റ് സാരി ഉടുത്ത സുന്ദരികളും അവരുടെ തലയിൽ ചൂടുന്ന പൂക്കളും ഒക്കെ ആയിരിക്കും അല്ലേ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പൂക്കളോട് ഒരുപാട് സ്നേഹം പങ്കുവെക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പ്രീത മാം. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ആദ്യം തന്നെ നല്ലൊരു ഹാപ്പി ഓണം ആശംസിക്കുകയാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ആളൊരു പുലിയാണ്. കാര്യം അത്യാവശ്യം നല്ല പേഷ്യൻസ് വേണം ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഈ ഒരു ഏരിയയിലേക്ക് കടന്നത്? എപ്പോഴാണ് ഇങ്ങനെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ സ്വന്തം കൈകൊണ്ട് നിർമ്മിക്കുക എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം എപ്പോഴാണ് തുടങ്ങിയത്? കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് വീടൊക്കെ നല്ല നീറ്റാക്കി വെക്കാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പൂക്കൾ പുറത്തുനിന്ന് പറിച്ചു കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് 1-2 ദിവസം കഴിയുമ്പോൾ വാടിപ്പോണ പൂക്കളായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന ശേഷമാണ് ശരിക്കും ഇത് ഉണ്ടാക്കുന്നതിനുള്ള ഒരു അവസരം കിട്ടിയത്. ഈ പൂക്കളൊക്കെ കൈകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു അത്. കാരണം അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടെ പറമ്പിൽ പോയി ഞാൻ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് വീടൊക്കെ അലങ്കരിച്ച് വെച്ചപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞു, ഇതുപോലെ പൂക്കൾ ഉണ്ടാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഇവിടെയുണ്ട്, അവിടെ ഒരു ദിവസം പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ തന്നെ ഒരു ദിവസം എന്നെ അവിടെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഈ ഓർഗാൻഡി തുണിയിലൊക്കെ റോസാപ്പൂവൊക്കെ ചെയ്യുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ 1-2 ദിവസം പോയി നോക്കി കണ്ടുവന്നു. പിന്നെ എനിക്കൊരു ചെറിയ ഐഡിയ കിട്ടി എങ്ങനെ പൂക്കൾ ഉണ്ടാക്കാം. പിന്നെ ഓരോ പൂക്കളും പറിച്ച് കൊണ്ടുവച്ച് ഞാനിങ്ങനെ നോക്കി ഇതെങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആയപ്പോൾ ഓരോ പൂക്കളും എനിക്ക് കണ്ടാൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നപ്പോൾ തന്നെ മനസ്സിലാവും. അമ്മായിയമ്മയാണല്ലേ ആദ്യം ഈ ഒരു വഴിയിലേക്ക് നയിച്ചത്. ഇപ്പോഴും നല്ല സപ്പോർട്ട് ഉണ്ട്. അമ്മ ഇപ്പം ഇല്ല എങ്കിലും അമ്മ തന്നെ ആയിരുന്നു. അമ്മയും ചേച്ചിയും ഹസ്ബൻഡിൻ്റെ ചേച്ചിയും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ഓരോ ദിവസവും പോയിട്ട് ഓരോ പൂക്കൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുമ്പോൾ അമ്മ വളരെ സന്തോഷത്തോടെ അത് വാങ്ങി വയ്ക്കുമായിരുന്നു. അമ്മ തന്നെയാണ് അതിന്റെ പിന്നിൽ. അതെ, എന്തായാലും ഫാമിലിയുടെ വലിയൊരു സപ്പോർട്ട് വേണം അല്ലെ. നമുക്ക് ഒരു 9 to 5 ജോലി കഴിഞ്ഞിട്ട് ഇതിലേക്ക് എന്തായാലും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഫാമിലിയുടെ ഒരു വലിയ സപ്പോർട്ട് തന്നെ വേണം. അപ്പൊ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് പ്രേക്ഷകരോടൊന്ന് പറയാം. ഹസ്ബൻഡും മോളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യും. ഹസ്ബൻഡ് ഒന്നും ചെയ്യാനായിട്ട് കൂടില്ല എങ്കിലും വേണ്ട സാധനങ്ങളൊക്കെ ഓൺലൈനിൽ വരുത്തി തരും. പിന്നെ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എവിടെയാണോ കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് തരും. നല്ല സപ്പോർട്ടാണ്. അതും ആക്ച്വലി അത്യാവശ്യം വേണ്ടതാണല്ലോ. റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാന്ന് പറയുന്നതാണല്ലോ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. മോൾക്ക് ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ട്. അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. പക്ഷെ അവൾക്ക് സമയം കിട്ടാറില്ല. ആ ചാനലിന് വേണ്ട പൂക്കളൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അവൾ അതിന്റെ ബാക്കി എഡിറ്റിങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ അവളാണ് ചെയ്യാറ്. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് തന്നെയാണല്ലേ അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 9 to 5 ജോബാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ടൈമാണ്. ആ ഒരു പ്രൊഫൈലിൽ എന്തൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊന്ന് പറയാമോ? ഞാൻ സെക്രട്ടേറിയറ്റിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഫിനാൻസുമായിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല. എപ്പോഴും പൊതുജനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക്, നല്ല തിരക്കായിരിക്കും എപ്പോഴും. പിന്നെ വീട്ടിൽ വന്നിട്ട് 10:15 മുതൽ 5:15 വരെ എൻ്റേതല്ല സമയം. പിന്നെ ബാക്കിയുള്ള ടൈമിലാണ് ഞാൻ വന്നിട്ട് ഇത് ചെയ്യുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് പണികളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും രാത്രി തന്നെയാണ് ഞാനിതിനിരിക്കുന്നത്. ഹസ്ബൻഡും മോളും ഒക്കെ ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് എൻ്റെ വർക്കിലേക്ക് ഞാൻ ഇൻവോൾവ് ആകുന്നത്. അപ്പോൾ ഈ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് മാം, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതാർക്കെങ്കിലും ഇപ്പോൾ ഒരാൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമോ എന്നുള്ളത്. നമ്മൾ സെയിൽസ് ആയിട്ട് ചെയ്യുന്നില്ല. പക്ഷെ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ വരാറുണ്ടോ? ഓഫീസിലൊക്കെ അറിയില്ലേ എല്ലാവർക്കും ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കാൻ? കുറച്ച് പേർക്കൊക്കെ അറിയാം. എന്നാലും ഓഫീസിൽ അവരൊക്കെ ഈ തിരക്ക് പിടിച്ച് നടക്കുന്നതുകൊണ്ട് ഇതിലേക്ക് അവരൊന്നും അങ്ങനെ അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ഞാൻ. പിന്നെ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടീവാണ്. ശരിക്കും സസ്റ്റൈനബിലിറ്റിയുടെ ഒരു പാർട്ടും കൂടെയാണ് അല്ലേ. നമ്മൾ എപ്പോഴും ഒറിജിനൽ പൂവിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്, പക്ഷെ ഒറിജിനൽ പൂവിനെ വെല്ലുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ പൂക്കൾ ഉണ്ടാക്കി വച്ചേക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഫാമിലിയിൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞു, ഫ്രണ്ട്സ് ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മ ശരിക്കും ഗാർഡൻ ചെയ്യുമായിരുന്നു. അമ്മ
എപ്പോഴും പൂക്കളുടെ കൂടെയായിരുന്നു, പൂക്കളുടെയും ചെടികളുടെയും കൂടെയായിരുന്നു. 24 മണിക്കൂറും അമ്മ ചെടികളുടെ കൂടെ തന്നെ ആയിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതായിരിക്കും എനിക്ക് ഉള്ളിൽ ഇങ്ങനെ ചെടികളോടൊരു ഇഷ്ടം. പക്ഷെ നമ്മുടെ വീട്ടിൽ ചെടിയൊന്നും നട്ടുപിടിപ്പിക്കാനുള്ള സ്ഥലമില്ല താമസിക്കുന്ന സ്ഥലത്ത്. അതുകൊണ്ട് വീട്ടിനകത്ത് വെക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇത് ഉണ്ടാക്കി തുടങ്ങിയത് ആദ്യം തന്നെ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായല്ലോ ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആള് ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ആദ്യം ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചറായിരുന്നു. ആ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞങ്ങൾ ചാലക്കുടിയിൽ താമസിക്കുമ്പോൾ അവിടെ ചാലക്കുടി കാർമൽ സ്കൂള് ഞങ്ങൾ താമസിക്കുന്നതിനടുത്തായിരുന്നു. അവിടെ പള്ളിയിൽ ഉത്സവം വരുമല്ലോ, അപ്പോൾ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ആദ്യമായിട്ട് എനിക്കന്ന് അവിടുന്ന് സമ്മാനം കിട്ടി. അപ്പോൾ ആ പള്ളിയിലെ അച്ഛൻ വന്നിട്ട് ചോദിച്ചു, അവരുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുമോ, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്കിഷ്ടമുള്ള ഫീൽഡുമാണല്ലോ, അന്ന് എനിക്ക് ജോലി ആയിട്ടില്ല. അങ്ങനെ തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. കുട്ടികൾ അവിടെ ചാലക്കുടിയിലൊക്കെ ഇതിന് നല്ല ഒത്തിരി ഇഷ്ടമാണ് അവിടെയുള്ള ആളുകൾക്ക്. അവരൊക്കെ വീട് നന്നായിട്ട് അലങ്കരിച്ച് വെക്കും എപ്പോഴും. പിന്നെ സ്കൂളിൽ കോമ്പറ്റീഷൻ വരും. ആ കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടി കുട്ടികളെ സ്കൂളിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാക്കും, എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. എന്നിട്ട് ആ കുട്ടികളെ പഠിപ്പിച്ചിട്ട് അവർ തന്നെ സമ്മാനം കൊണ്ടുവരും. അപ്പോൾ 3-4 സ്കൂള് കോമ്പറ്റീറ്റ് ചെയ്യുമ്പം എല്ലാ കുട്ടികളും സമ്മാനം വാങ്ങുന്ന 1, 2, 3 എൻ്റെ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും. അത് തന്നെ നല്ലൊരു അനുഭവമാണ് അല്ലേ? ശരിക്കും നമ്മുടെ സ്റ്റുഡൻസ് തന്നെ എല്ലാ പ്രൈസും വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വരാന്ന് പറയുന്നത്. ആ ടീച്ചറായിട്ട് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും നല്ലൊരു മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്, ITL ചാലക്കുടി ITLായിരുന്നു അന്ന് ഹസ്ബൻഡിന് ജോലി. അപ്പോൾ അവിടെ ക്വാർട്ടേഴ്സിലാകുമ്പോൾ ഒത്തിരി കുട്ടികളുണ്ട് അവിടെ. ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ നേരെ ഫ്രണ്ടിലെ ക്വാർട്ടേഴ്സിലൊരു കുട്ടിയുണ്ട്, മാളു എന്ന് പറഞ്ഞിട്ട്. അവൾ ചെറിയ കുട്ടിയാണ്. അവൾക്ക് ഇതൊക്കെ കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, ചെയ്യത്തില്ല, എത്ര പറഞ്ഞാലും ചെയ്യില്ല. പക്ഷേ വീട്ടിലെപ്പോഴും ഉണ്ടാവും, ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് അവൾ എപ്പോഴും. അപ്പോൾ അവളോട് എത്ര പറഞ്ഞാലും ചെയ്യില്ല. ഒരു ദിവസം കുറേ കുട്ടികൾ വന്നിരുന്ന കോമ്പറ്റീഷന് വേണ്ടി അവരൊക്കെ ചെയ്യുന്നുണ്ട്. അവളുടെ സ്കൂളിലെ കുട്ടികൾ വരെ ഉണ്ട് കൂടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര പറഞ്ഞാലും അവൾ ചെയ്യത്തില്ല. എന്നിട്ട് ആ കോമ്പറ്റീഷൻ്റെ ഡേ വന്ന് അന്ന് വൈകുന്നേരം ഉണ്ട്, ഇവൾ ട്രോഫിയും കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതെങ്ങനെ കിട്ടി നിനക്ക് എന്ന് ചോദിച്ചപ്പോൾ അവൾ കോമ്പറ്റീഷന് ചേർന്നു, പൂവുണ്ടാക്കി ഫസ്റ്റ് വാങ്ങിയിട്ട് വന്നു. അതെനിക്കൊരു വല്ലാത്ത ഒരു ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി. പഠിപ്പിക്കുന്നത് കണ്ട് മാത്രം പഠിച്ചതാണ് അവള്. ഓക്കെ, നമ്മൾ എന്തായാലും പൂ ഉണ്ടാക്കുന്ന കാര്യത്തിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ കണ്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞു. മുന്നേ ഒരു ടീച്ചർ പഠിപ്പിച്ചു തന്നു. ഇപ്പോൾ ഇനി ഒരു അവസരം കിട്ടുകയാണ്, കുറച്ച് പേർക്കൂടെ പൂക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു അവസരം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലേക്ക് തീർച്ചയായിട്ടും പോകും. ഇപ്പോഴത്തെ ഒരു ജോലി മാത്രം ഞാൻ ഏറ്റെടുക്കും. അല്ലാതെ റിട്ടയർ ആയി കഴിഞ്ഞാൽ വീണ്ടും ജോലി ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ ഈ ഒരു ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും. വേളകൾ ആനന്ദകരമാക്കാൻ അല്ലേ, പൂക്കളുടെ ലോകത്തിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ അവിടെ കാണുന്ന ആ ശംഖുപുഷ്പം പൂവ് അതുണ്ടാക്കാനായിട്ട് വെറും ഒരു ഫ്യൂ സെക്കൻഡ്സിൽ നമുക്ക് ചെയ്തു തീർക്കാൻ. അതിന് പേപ്പറിൽ പെയിന്റ് ചെയ്തെടുക്കേണ്ടി വരും, അതിന് കുറച്ച് സമയമെടുക്കും. ഇത് നോർമലി ഡൈഡ് പേപ്പർ അല്ല വാങ്ങുന്നത്, പ്ലെയിൻ പേപ്പറിൽ പെയിന്റ് ചെയ്താണ്. അത് ഓരോ കളറിനനുസരിച്ച്, ചില കളറൊക്കെ നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ, ചിലത് പെയിന്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ട്. പൂക്കളോടുള്ള ഒരുപാട് ഇഷ്ടം കാരണമാണല്ലോ അല്ലെ ഈ ഒരു ഫീൽഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പാഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പൂക്കളോടുള്ള അത്രമാത്രം ഇഷ്ടം മേ ബി ഒരു പാട്ടിലൂടെ പ്രേക്ഷകർക്ക് ഒരു പാട്ട്, നല്ലൊരു പൂക്കളെ പറ്റിയോ അല്ലെ ഓണത്തെ പറ്റിയോ ഒരു നല്ലൊരു പാട്ട് നമുക്കായിട്ട്. പൂവിനെ കുറിച്ച് പാടാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പാടാം. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു, ഒരുവരും അറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺ തുറന്നു. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു, സുസ്മിതയായ അവൾ നിന്നു മൂകനിഷ്പന്ദ ഗന്ധർവഗീതമുറഞ്ഞൊരു ശില്പത്തിൻ സൗന്ദര്യമായി വിടർന്നു. സുസ്മിതയായ അവൾ നിന്നു മൂകനിഷ്പന്ദ ഗന്ധർവഗീതമുറഞ്ഞൊരു ശില്പത്തിൻ സൗന്ദര്യമായി
നൃത്തലോലം വലം വച്ചു നിന്നു ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു. അടിപൊളി. ഒരുപാട് കഴിവുകൾ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചേക്കാണ് അല്ലെ. ഇപ്പോ നമ്മള് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസും ഉണ്ടോ കയ്യില്? ചെറുതായിട്ട് അതുകൊണ്ട് നമുക്ക് ഒരു സർപ്രൈസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് ഇവിടുത്തെ ഫാമിലി ഓണം സെലിബ്രേഷൻ ആണ് അല്ലെ. എല്ലാ കൊല്ലവും ഇങ്ങനെ കൂടാറുണ്ടോ എന്നുണ്ടാവും. ഫ്രണ്ടില് നമ്മളൊരു അതിമനോഹരമായിട്ടുള്ള ഒരു അത്തം ഇട്ടിട്ടുണ്ട്. അതും പേപ്പർ പൂ കൊണ്ടുള്ള അത്തമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാ കൊല്ലവും ഈ പേപ്പർ അത്തം ഉള്ളതാണോ? സ്പെഷ്യൽ ചെയ്യാറുണ്ട്. സ്പെഷ്യൽ ആയിട്ട് ഇവിടെയല്ല ഓണം ആഘോഷിക്കാറ്, ചേച്ചിയുടെ വീട്ടിലാണ് ഓണം ആഘോഷിക്കാറ്. ഓക്കെ, ഇത്തവണ ഇവിടെയാണ്, വർക്കലയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരമാണ് നാട്. ഹസ്ബൻഡിന്റെ സ്ഥലം പാലായാണ്. ചാലക്കുടിയിൽ വച്ചിട്ടാണ് ഈ പേപ്പർ പൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി തുടങ്ങുന്നത്. അതെ അതെ. പേപ്പർ പൂ അല്ലാണ്ട് എന്തൊക്കെയാണ് വേറെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? സെറാമിക് വർക്ക് ഉണ്ട്, പോട്ടിൽ ഡിസൈൻ ചെയ്യും. അത് മാത്രമേ ഉള്ളൂ. സെറാമിക് ആർട്ടില് പോട്ട് വർക്ക് ചെയ്യാറുണ്ട്. പാഷന്റെ പാർട്ടായിട്ടാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. എന്നാലും എപ്പോഴെങ്കിലും ബിസിനസ്സിലേക്ക് കടന്നാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് ഇതിലെനിക്കില്ല. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പൂക്കൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ മോൾക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ബോറടിക്കില്ല. ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചെയ്ത് തീർത്തിട്ട്, ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പൂവ് മനസ്സിലിങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടാവും, അത് ചെയ്തിട്ടേ എനിക്ക് അന്ന് ഉറക്കം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ വന്ന് ഇതിന് വേണ്ടിയിട്ടിരിക്കും. പിന്നെ ഓഫീസിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഇതൊന്നും ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ലല്ലോ. എന്നാലും എൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സൊക്കെ ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മാത്രമല്ല അവർ പറയാറുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പൂവ് ഉണ്ടാക്കി തരുമോ, ഇങ്ങനെ ഒരു കുട്ടിക്ക് കൊടുക്കാനാണ്, ബർത്ത്ഡേക്ക് കൊടുക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാനും ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ മിക്കവാറും ഞാൻ ഉണ്ടാക്കിയ പൂക്കളൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കുക. പിന്നെ സെറാമിക് വർക്ക് പോട്ടിൽ ഡിസൈൻ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. ഇത് ഏറ്റവും ഇഷ്ടമുള്ള ജോലി ഇത് തന്നെയാണ് എനിക്ക്. ശരിക്കും ടൈം മാനേജ്മെന്റിന്റെ കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾക്ക് എന്ത് കാര്യം ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കാര്യമില്ല, ടൈമും വേണം. പ്രത്യേകിച്ച് ഒരു ഫാമിലി നടത്തുമ്പോഴത്തേക്കും കൂടെ 9 to 5 ജോലിയുണ്ട്. എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു ഡെയിലി റൊട്ടീൻ എങ്ങനെയാണെന്ന് പറയാമോ? ഡെയിലി രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതിനു മുമ്പ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടാവണം. ഇതിനിടയ്ക്ക് ചിലപ്പോൾ രാവിലെ കുറച്ച് പൂക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടായിരിക്കും ഞാൻ പോവുക. അപ്പം പോയിട്ട് അവിടെ നിന്ന് 5:15 കഴിയാതെ അവിടുത്തെ പണി കഴിയില്ല. 5:15 കഴിഞ്ഞാലും ചിലപ്പോൾ പണി കഴിയില്ല. അതെ അതെ. പിന്നെ വീട്ടിൽ വന്നിരുന്നും കുറച്ച് വർക്ക് ചെയ്യാനുണ്ടാവും. എന്നാലും അത് കഴിഞ്ഞിട്ട് എനിക്ക് അവസാനം ഇത് ഏതെങ്കിലും ഒരു പൂ ഉണ്ടാക്കിയിട്ടേ ഉറങ്ങാൻ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തും അല്ലെ. നമ്മൾ പലപ്പോഴും എല്ലാവരും പരാതി പറയുന്ന കാര്യമാണ്, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാൻ സമയമില്ല എന്ന്. അത് ശരിക്കും പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സമയം നമ്മൾ എങ്ങനെയെങ്കിലും. തീർച്ചയായിട്ടും മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എന്ന് പറയുമല്ലോ. നമുക്ക് ആദ്യം വേണ്ടത് മനസ്സാണ്. നമ്മളിപ്പോൾ ദൈവം ആരെയും ഒരുപാട് കഴിവുകൾ കൂടുതൽ കൊടുത്തൊന്നും സൃഷ്ടിച്ചിട്ടില്ല. അത് നമ്മൾ വളർത്തിയെടുക്കുന്നത് തന്നെയാണ്. എനിക്ക് ആദ്യം ഇതൊന്നും എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനതിന് സമയം കണ്ടെത്തി എനിക്ക് വേണം എന്ന് തോന്നി ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. മോളെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ അവൾക്ക് അധികം അങ്ങനെ ഇരിക്കാൻ ഒരു ഇതില്ല, ക്ഷമ വളരെ കുറവാണ്. അമ്മ ചെയ്തു തരൂ, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്നാണ് പറയുന്നത്. മോളുടെ യൂട്യൂബ് ചാനലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് മാം ചെയ്യുന്ന ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ആണോ ഷോ? അതെ അതെ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ വന്നിട്ട് അത് ഷൂട്ട് ചെയ്യും. എന്നിട്ട് എന്നോട് ചിലപ്പോൾ പറയാം, അമ്മ ഇന്ന് ഇന്ന പൂവ് ഉണ്ടാക്കാമോ, എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ ആ പൂവ് ഉണ്ടാക്കിയെടുക്കും. അത് അവൾ ഷൂട്ട് ചെയ്ത് പോയിട്ട് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് കിച്ചണിലുള്ള കുക്കിംഗ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുക്കിംഗ് എങ്ങനെയാണ്, താല്പര്യമുണ്ടോ അതോ? താല്പര്യമുണ്ട്, കുക്കിംഗ് ചെയ്യാറ്. എന്താണ് നോൺ വെജ് ആണോ നോർമലി കുക്ക് ചെയ്യുന്നത്? അല്ല, വെജാണ് കൂടുതലും ചെയ്യാറ്. നോൺ വെജ് ഇഷ്ടമാണ്. എന്താണ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിൽ? പൂക്കൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതേപോലെ കുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്താണ്? മോൾക്ക് എപ്പോഴും സാമ്പാർ വേണം. സാമ്പാർ ഉണ്ടാക്കുന്നതാണ് എനിക്കും
ഇഷ്ടം. ഇപ്പോൾ അവള് സാമ്പാർ അവൾക്ക് എന്നും വേണം എന്നുള്ളതുകൊണ്ട് എല്ലാവരും സാമ്പാറിന്റെ അഡിക്റ്റ് ആയിരിക്കുകയാണ്. ഓക്കെ. ഇന്നിപ്പോ നമുക്ക് ഓണസദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓണസദ്യയുടെയും ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. സദ്യ ഉണ്ട്, ഓണക്കളികളുണ്ട്, തിരുവാതിരക്കളിയുണ്ട്. ഇപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് നേരത്തെ കേട്ടു, എന്നാലും ഒരു ഓണപ്പാട്ട് മിസ്സിംഗ് ആണ്. ഒരു ഓണപ്പാട്ട് കൂടെ കഴിഞ്ഞിട്ട് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കൂടെ നമുക്ക് കിടക്കാം. ഒരു ഊഞ്ഞാൽപ്പാട്ട് പോലൊരു പഴയ പാട്ടാണ് ഓർമ്മയിൽ നിൽക്കുന്നത്, അതേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഓണപ്പാട്ടൊന്നും അങ്ങനെ പഠിച്ചു വെച്ചിട്ടില്ല. കുഴപ്പമില്ല. ചന്ദന വളയിട്ട കൈ കൊണ്ടു ഞാൻ മണിച്ചെമ്പക പൂക്കളമെഴുതുമ്പോ പിറകിലൂടാരൊരാൾ മിണ്ടാതെ വന്നെത്തി മഷിയെഴുതാത്തൊരൻ മിഴികൾ പൊത്തി, മഷിയെഴുതാത്തൊരൻ മിഴികൾ പൊത്തി. ചന്ദന വളയിട്ട കൈ കൊണ്ടു ഞാൻ മണിച്ചെമ്പക പൂക്കളമെഴുതുമ്പോ കോടിയും കൈനീട്ടവും മേടിച്ചു ഞാൻ നിൽക്കവേ പ്രാവ് പോലിട നെഞ്ചകം കുളിരോടെ കുറുകുന്നുവോ. ഇനിയെന്നും അരികിൽ ഇണയായിരിക്കാം കൊതിയോടെ മനസ്സൊന്നു മന്ത്രിച്ചുവോ. ചന്ദന വളയിട്ട കൈ കൊണ്ടു ഞാൻ മണിച്ചെമ്പക പൂക്കളമെഴുതുമ്പോ. നൈസ് നൈസ്. ഭയങ്കര എളിമയുടെ ആളാണ്. പാട്ട് പാടാൻ അറിയില്ല, ചെറിയൊരു പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. നേരത്തെ പഠിച്ചു വെച്ചിരുന്നതാണോ നമ്മൾ ചോദിക്കുന്നത്? എന്തായാലും നല്ലൊരു അടിപൊളി പാട്ടായിരുന്നു. ഓണവിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആരൊക്കെയാണ് ഇന്ന് തിരുവാതിര നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത്? എനിക്ക് 2 ചേച്ചിമാരാണുള്ളത്. ചേച്ചിമാർ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട്. മൂത്ത ചേച്ചിയാണ് തിരുവാതിരയുടെ ആള്. രണ്ടാമത്തെ ചേച്ചി ഡാൻസിൻ്റെ ആളാണ്. പുള്ളിക്കാരി ഡാൻസ് ചെയ്യും. ചേച്ചിയും ചേച്ചിയുടെ കൂട്ടുകാരും ഒക്കെ ചേർന്നിട്ടാണ് ഇന്നത്തെ തിരുവാതിര അവതരിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഓണസദ്യയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഓണസദ്യയിലെ മെയിൻ ഐറ്റം അടപ്രഥമനാണ്. പിന്നെ 2 പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിന്ന് ഒരുപാട് ഓണവിശേഷങ്ങളും പൂക്കളെ പറ്റിയുള്ള വിശേഷങ്ങളും ഒക്കെ ഇന്ന് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പരിപാടി ഇവിടെ തീരുന്നില്ല അല്ലേ? നമ്മൾ ശരിക്കും ഇനി ഓണസദ്യയും തിരുവാതിരക്കളിയും ഒക്കെ ഉണ്ട്. പൂക്കൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് മാം. ഒരുപാട് ബിസി സ്കെഡ്യൂളിന് ഇടയിലും നമുക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദിയാണ്. പ്രത്യേകിച്ച് നമ്മളെ ഇന്ന് ഓണത്തിന് ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിലും താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പ്രചോദനമാകും ഫോർ ഷുവർ. ഒരുപാട് പേര് എപ്പോഴും പരാതി പറയുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമയമില്ല എന്നുള്ളത്. പ്രീത മാമിനെ കണ്ട് തന്നെ എല്ലാവരും അതൊരു പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടെ പാഷനും വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുക അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ഒരു അടിപൊളി പാട്ടുകാരിയാണ്, ടീച്ചറാണ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലെ പുലിയാണ്. അപ്പൊ എന്തായാലും മാമിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ജയ് ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കൊട്ടും ഞാൻ